Okay, come on. Dominic, is that you? Mrs. Madhuri, എനിക്കിന്നൊരു ഇമ്പോർട്ടന്റ് കേസുണ്ട്, നമുക്ക് ലഞ്ചിന് ഇരിക്കാം. എനിക്ക് 2 ഇഡ്ഡലി ഒരു കോഫി. തനിക്ക് വേണ്ടേ? എനിക്കൊരു മസാല ദോശ. എന്നാലും സാർ, ഇന്റർവ്യൂവിനൊരു ചോദ്യം പോലും ചോദിക്കാതെ എന്നെ എങ്ങനെയാ സെലക്ട് ചെയ്തത്? നിനക്ക് രാത്രി ഉറക്കമില്ലെന്ന് നിന്റെ കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾ കണ്ടറിയാം. ഈ ജോലിക്ക് വേണ്ട ആദ്യ ക്വാളിറ്റി അത് തന്നെയാണ്. പിന്നെ നീ ന്യൂ ഇയറിന് ഒരു ഫോറിൻ ട്രിപ്പ് പോയിട്ടുണ്ട്. നിന്റെ ടാറ്റു ഉള്ളത് പോർച്ചുഗീസ് ലാംഗ്വേജിലാണ്. ബാഗിൽ എമിറേറ്റ്സിന്റെ സ്റ്റിക്കറും. സോ ഇറ്റ് ഷുഡ് ബി പോർച്ചുഗൽ ഓർ ബ്രസീൽ. പക്ഷെ കയ്യിൽ ടാനുണ്ട്. സോ ഇറ്റ്സ് ഹോട്ട് പ്ലേസ്. നോട്ട് പോർച്ചുഗൽ, ഇറ്റ് ഈസ് ബ്രസീൽ ഉള്ളി. പിന്നെ നീ യൂസ് ചെയ്യുന്ന ഡ്രസ്സും ഗാഡ്ജറ്റ്സും ഓൾ ആർ ബ്രാൻഡഡ്. സോ യു ആർ ഫിൽത്തി റിച്ച്. അതിനൊന്നും വലിയ സാലറി ഒന്നും എക്സ്പെക്ട് ചെയ്യില്ല. പിന്നെ നിന്റെ ഫോണിൽ വന്ന സെക്കൻഡ് ഷോ മൂവിയുടെ നോട്ടിഫിക്കേഷൻ ഞാൻ ശ്രദ്ധിച്ചു. മർഡർ ഇൻ ബോസ്റ്റൺ. ദാറ്റ്സ് എൻ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. ദാറ്റ് ഷോസ് യുവർ ഇൻട്രസ്റ്റ് ഇൻ ദ സബ്ജക്ട്. പിന്നെ ആ പടം ഞാൻ കണ്ടതാ. ഇന്റർവ്യൂലായപ്പോഴേ എനിക്ക് എൻ്റെ ട്വിസ്റ്റ് മനസ്സിലായി. ഹീറോയിൻ്റെ ബ്രദറാ കില്ലർ. ആൻഡ് ഫൈനലി യു ഹാവ് എ ബൈക്ക്. ഐ സോ യുവർ ബൈക്സ് കീ ചെയിൻ. ഞാൻ യൂസ് ചെയ്തിരുന്നത് നമ്മുടെ ഹൗസ് ഓണറുടെ കാറാണ്. അതിൻ്റെ ഒരു ആക്സിഡൻറ്റ് പറ്റി ഇപ്പോൾ വർക്ക്ഷോപ്പിലാണ്. സോ യുവർ ബൈക്ക് വിൽ ബി വെരി യൂസ്ഫുൾ നൗ. എനിക്ക് ഇങ്ങനെ ഒരു അസിസ്റ്റൻറ്റിനാണ് ആവശ്യം. ദാറ്റ്സ് വൈ യു ആർ സെലക്ടഡ്. ഓക്കെ, താങ്ക് യു സാർ. കാനഡയിൽ പോകുമ്പോൾ പോക്കറ്റ് മണിക്കായി എന്തെങ്കിലും ജോലി ചെയ്ത് ശീലിക്കാൻ അച്ഛനാ പറഞ്ഞത്. പുള്ളിക്കാരന് ഒരേ ഒരു ഡിമാൻഡേ ഉള്ളൂ, 7 മണിക്ക് വീട്ടിൽ കയറണം. എനിക്ക് പണ്ടേ ഈ ഡിറ്റക്റ്റീവ് സീരീസും മൂവീസും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴാ റോഡിൽ സാറിന്റെ പോസ്റ്റർ കണ്ടേ. പിന്നൊന്നും ആലോചിച്ചില്ല, നേരെ അങ്ങ് പോന്നു. കൊടുത്തേക്ക്, ഞാൻ പേഴ്സ് എടുത്തില്ല. ആ സാർ, ഈ ടാറ്റു ഞാൻ അടിച്ച ബ്രസീലിൽ നിന്നല്ല, ഗോവയെന്നാ. പിന്നെ എമിറേറ്റ്സ് ടാഗ് ഞാൻ സുനിൽ മാമയുടെ കൂടെ ദുബായി പോയത്. ഡിഡക്ഷൻസിൽ എപ്പോഴും ഒരു 20% എറർ വരാം. സാർ, ഇന്നത്തെ കേസ് എന്താ? സോമൻ പിള്ള കൊലക്കേസ്. ഓ, ആ ബോഡി കണ്ട സീരിയൽ കില്ലറാണോ സോമൻ പിള്ള? ആ പെണ്ണുങ്ങളെയൊക്കെ അയാൾ കൊന്നതാണ്? നോ, അത് സോമൻ പിള്ളയൊന്നുമില്ല. ഇറ്റ്സ് എ സ്ട്രേഞ്ച് കേസ് ഓഫ് എ മാരേജ് ഇൻവെസ്റ്റിഗേഷൻ. ബ്രൈഡ് ഗ്രൂം ചെക്ക്. ആ ഫോട്ടോയിൽ കണ്ട പെൺകുട്ടികളൊക്കെ അവൻ ഒരേ സമയത്ത് പ്രേമിച്ച ഗേൾ ഫ്രണ്ട്സാണ്. പിന്നെന്തായി? എന്താ എല്ലാം ഞാൻ മുടക്കി. നീ വണ്ടി വിടും. എവിടെ ആ പ്രസവ ആ സാർ, ആ ശരി. സോമപിള്ള. ആരാ സാർ? സോമപിള്ള. ഇയാളില്ലേ ആരോ കൊന്നെന്ന് പറഞ്ഞത്? ചിലപ്പോ കൊല്ലപ്പെട്ടേക്കാം. ആര് കൊല്ലും സാർ? മല്ലിക. മല്ലിക ആരാ? സാറ് പോലീസിലാണോ? വീട്ടിലൊരു ഫോട്ടോ കണ്ടു. ആയിരുന്നു, ഇപ്പൊ രാജിവെച്ചു. എന്തു പറ്റി? കമ്മീഷണർ ഉണ്ടോ? കമ്മീഷണർ
ഈ ഭരത്ചന്ദ്രൻ IPS. ആ ഞാനതുപോലെയായിരുന്നു. CA ഡൊമിനിക്. 1 രൂപ കൈക്കൂലി വാങ്ങിക്കുന്നില്ല. ശുപാർശ എന്ന് പറഞ്ഞാലേ കലിപ്പ്. അതുകൊണ്ട് എന്തായി 10-15 വർഷത്തെ സർവീസിനുള്ളിൽ 10-20 മെമ്മോയും കുറെ ട്രാൻസ്ഫർ. പണ്ട് കൊച്ചിയിലായിരുന്നപ്പോൾ ഞാനായി സെറ്റ് ക്ലീൻ ചെയ്തത്. മരുടെ സുനി, ഗുണ്ടാ ഷാജി, പടവീടൻ സകലവനെയും പിടിച്ച് മാളത്തിലാക്കി. എന്നിട്ടെന്താ, നമ്മളെപ്പോലുള്ള സ്ട്രേറ്റ് ഓഫീസേഴ്സിന് പറ്റിയ പണിയില്ലെന്ന് കണ്ട് രാജിവെച്ച് ഇറങ്ങിപ്പോന്നു. സിഗ്നൽ വേണം, സോമപിള്ള പോവും. സാർ, മേ ഐ ഹെൽപ്പ് യു? ഡസ്റ്റ്ബിൻ. സാർ, ഏതായിരുന്നു വേണ്ടത്? ഗ്രീൻ. സാർ, ഇതെല്ലാം റെഡാണ്, ഗ്രീൻ ഇല്ല. കളർ എന്തോ ആയിക്കോട്ടെ, എനിക്ക് എൻ്റെ പണി നോക്കാം. Sir, Be ready. Victim coming out. I am waiting, sir. വിട്ടു. Sir, 104. Sir, your phone number? 9567. One beer. മുകളിൽ അയാളുടെ വെപ്പൺസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. 15 മിനിറ്റിനകം എന്നെ കണ്ടില്ലെങ്കിൽ നേരെ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി കോൺസ്റ്റബിൾ സുധാകരൻ സാറിനെ കണ്ടിട്ട് കോഡ് റെഡ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ? പിന്നെ സംശയം തോന്നുന്ന ആരെങ്കിലും കണ്ടാൽ ഉടനെ എന്നെ വിവരം അറിയിക്കണം. സാർ, ഈ സംശയം തോന്നേണ്ട ആളെ എങ്ങനെ തിരിച്ചറിയും? ഇവിടെ നിനക്ക് എന്നെ കുറിച്ച് സംശയമല്ലോ തോന്നുന്നുണ്ട്? ഇല്ല. ഓക്കെ. 104 മിസ്റ്റർ ആൻഡ് മിസ്സിസ് സോമപിള്ള. 103 ക്ലീനിങ് നടക്കുന്നു. സാർ, ഒരു 10 മിനിറ്റിൽ തരാം സാർ. ரீதா, நான் இது சொல்லியே ஆகணும். நீ அவ்வளவு அழகு. സോമ ഒരാതെ ബോറടിച്ചപ്പോൾ ഞാനൊരു ജ്യൂസ് ഓർഡർ ചെയ്താ. ഒരു മിനിറ്റ്. ആരാ? ഫോട്ടോ എടുക്കരുത്. നിങ്ങൾ എന്താ കാണിക്കുന്നത്? പ്ലീസ്, നിങ്ങൾ എന്തോ നിങ്ങളെ കാണിക്കുന്നത്? മെഡിക്കൽ ഷോപ്പിൽ കയറി നേരിട്ട് ചോദിച്ച് മേടിക്കാൻ നാണമുള്ളത് കൊണ്ട് ആ കൊച്ചു ഗള്ളൻ ഒരു 16,000 രൂപയുടെ പച്ചക്കറി മേടിച്ചാണോ അല്ലേ? ഇതൊന്ന് ഒളിച്ചു വെക്കാനേ. ഞാനും എന്റെ ഭാര്യയും കൂടി ഇരിക്കുന്ന ഈ റൂമിൽ നിന്ന് ഇപ്പൊ കയറി വരാൻ നിങ്ങൾ എന്താ കാണിക്കുന്നത്? നിങ്ങൾ ആരാ? എന്റെ സ്വന്തം ഭാര്യ. അയ്യോ, മല്ലിയ ചേച്ചി ആയിരുന്നു. എനിക്ക് കണ്ടിട്ട് തീരെ മനസ്സിലായില്ല കേട്ടോ. ചേച്ചി ആളാകെ മാറിപ്പോയി. നല്ലോണം മെലിഞ്ച് പോക്കോ വെച്ച് ടിപ്പ് ടോപ്പായി, നല്ല ട്രിമ്മായി. അപ്പൊ മല്ലിയെ അറിയാമോ? ശരിക്കും നിങ്ങൾ ആരാ? ഞാനൊരു ഡിറ്റക്റ്റീവാ സാറേ, ഡൊമിനിക്. സാറിന്റെ ഭാര്യ മല്ലിയ ചേച്ചിയാ സാറിന്റെ കുൽസിത പ്രവൃത്തികളെ കുറിച്ച് അന്വേഷിക്കാൻ എന്നെ ഈ കേസ് ഏൽപ്പിച്ചത്. ദൈവം സഹായിച്ച് കേസ് തെളിഞ്ഞു. എൻ്റെ ഫീസ് 10,000 rupees. സാറിനെ ചേച്ചിയെ പറ്റി വല്ല സംശയം തോന്നുവാണെങ്കിൽ എന്നെ തന്നെ ഏൽപ്പിക്കണം. ഞാൻ സാറിന് 15% ഡിസ്കൗണ്ട് തരും. പക്ഷേ ഡിസംബർ ജനുവരി മാസം ഡിസ്കൗണ്ട് ഉണ്ടാവില്ല. ഞങ്ങൾക്ക് അപ്പത്തി നല്ല കൊയ്ത്തുള്ള സമയമാണ്. സാർ വെച്ചോ, വേഗം പോട്ടെ. സാർ, ഡൊമിനിക് സാറേ എന്നെ വിളിച്ചായിരുന്നു. സാറേ, ഇപ്രാവശ്യത്തേക്ക് സാറേ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം പ്ലീസ്. സാർ, വെറുതെ വേണ്ട. ഞാനൊരു 10,000 rupees തരും. 10,000 രൂപ, 15,000, 20,000, 25,000. സാറേ, സാറിൻ്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ച്
ഞാൻ മല്ലിക ചേച്ചി വഞ്ചിക്കുമ്പോൾ ഞാൻ സാറും തമ്മിൽ എന്നാ സാറേ വ്യത്യാസം? ഞാൻ ഇതിനു മുമ്പ് വഞ്ചിച്ചിട്ടില്ല, ഇത് ആദ്യമായിട്ടൊരു അബദ്ധം പറ്റിപ്പോയത്. എന്താ ആരും വിശ്വസിച്ചു പോകും സാറേ? ഞാൻ സാറിനെ ലക്കി സ്റ്റാർ ഹോട്ടലിൽ വെച്ചിട്ട് സാറിന് ഞാൻ പിടിച്ചില്ല എന്നായപ്പോൾ പക്ഷേ സാറ് വഴുതി പോയി കാണും. അവിടെ വന്നിരുന്നു. പിന്നെ അന്ന് ഈ ചേച്ചി അല്ലായിരുന്നല്ലോ, വേറൊരു ചേച്ചി ആയിരുന്നല്ലോ. സോമപ്പന് ചീറ്റ് ആയിരുന്നില്ലേ? അയ്യോ ഇല്ല, ഞാൻ മല്ലിക ചീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള സത്യമാണ്. റീത്ത, ഞാൻ നിന്നെ ഒരിക്കലും പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് വിശ്വസിച്ചു. And the award goes to Madam Rita. എന്തൊരു അഭിനയമാണ് ചേച്ചി ഇത്. അല്ല ചേച്ചി ഇപ്പൊ ജാമ്യത്തിലാണോ അതോ മുങ്ങി നടക്കുവാണ്? ഓ നോൺസെൻസ് സാറേ, ഞാനിപ്പോ നോൺസെൻസ് കാണിച്ചു തരാം. ഇവിടെ എവിടെയെങ്കിലും കാണുമല്ലോ സാറേ. സാറിപ്പൊ പെടും സാറേ. ആ ബാഗിൽ ഒളിച്ചു വെച്ചിരിക്കുവോ ക്യാമറ? നിങ്ങൾ എന്റെ ബാഗ് എടുക്കുന്നത്? അയ്യോ, ഒളിക്യാമറ സാറേ, ഉള്ള മാനം കൊണ്ട് വീട് പറ്റാൻ നോക്ക്. ഇല്ലെങ്കിൽ ഇവിടെ ചോദിക്കുന്ന ക്യാഷ് കൊടുത്തില്ലെങ്കിൽ നാളെ സാറിന് ടെലിഗ്രാമിൽ കാണാം, മല്ലു അങ്കിൾ ഗോസ് വൈൽഡ്. നീ എന്നെ ഒളിക്യാമറ വെച്ച് ചതിക്കായിരുന്നല്ലേ? എനിക്ക് വെക്കണ്ടേ? ഇങ്ങനെ എന്നെ കൊന്നിട്ടാണോ നീ ജീവിക്കുന്നത്? സാറേ സാറേ വിളിക്ക് സാറേ. സാറിന് എത്ര വേണം? അങ്ങനെ പറയില്ല സാർ. 50,000 രൂപയെ കുറഞ്ഞൊരു പരിപാടിയില്ല സാർ എടുക്കും. ഒരു 40 സാറേ 50,000 ഇട്ട് സാറേ. 50. എന്താ സർ? സോമൻ പിള്ളയെ തൽക്കാലം മല്ലിക കൊല്ലില്ല. കേസ് ക്ലോസ്ഡ്.